ദൈവത്തിന് സ്തോത്രം. കണ്ണടയ്ക്ക് പ്രാർത്ഥിക്കും. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ഇന്ന് ഈ നിമിഷം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ചെയ്ത ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന സകല പ്രിയ മക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവ് ഏതെല്ലാം വിഷയത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നുവോ അവരുടെ ഭാരവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളെല്ലാം മാറ്റി പരിശുദ്ധാത്മാവ് വലിയ അത്ഭുതങ്ങളെ, വലിയ അതിശയങ്ങളെ, വലിയ അടയാളങ്ങളെ, വലിയ ദൈവപ്രവർത്തികളെ ദൈവം ചെയ്യുന്നതിനായ സ്തോത്രം. പ്രാർത്ഥനനായ സ്തോത്രം. വചനം ഞങ്ങളോട് സംസാരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ വാത്സല്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 43-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് പറയുന്ന ചില വചനങ്ങളാണ് വേദപുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം യാക്കോബിനോട് പറയുകയാണ്, യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരമല്ല ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അനേകർക്ക് ഭയവും പേടിയും പ്രയാസങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മാനസിക പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും പ്രതിസന്ധികളും ഓരോ സെക്കൻഡും ഇന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? പലതിനെ കുറിച്ചുള്ള ഭാരം, പലതിനെ കുറിച്ചുള്ള ഭയം, പലതിനെ കുറിച്ചുള്ള ചിന്തകൾ, പലതിനെ കുറിച്ചുള്ള എന്താകും, ഏതാകും, എങ്ങനെ ആകും എന്ന് അറിഞ്ഞുകൂടാതെ ഒരു പിടയിൽ, ഒരു വെപ്രാളം. സ്തോത്രം. എന്നാൽ യാക്കോബിനോട് ദൈവം പറയുകയാണ്, അന്ന് യാക്കോബിനോട് പറഞ്ഞ ദൈവം ഇന്ന് എന്നോടും നിങ്ങളോടും, നമ്മോട് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവെ താങ്കളോട് പറയുന്നു, സ്തോത്രം, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരെ നിർമ്മിച്ച? യാക്കോബിനെ അന്ന് നിർമ്മിച്ച ദൈവം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ നിന്നെയും കർത്താവ് നിർമ്മിച്ചതാണ്. ആ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം പ്രിയപ്പെട്ടവരെ കർത്താവാണ് പറയുന്നത്, ഭയപ്പെടേണ്ട. ദൈവമാര് സകലത്തെ സൃഷ്ടിച്ചവൻ, ദൈവമാര് സർവശക്തൻ, ദൈവമാര് സകല നാമത്തിന് മേലായ നാമമുള്ള കർത്താവ്, ദൈവമാര് ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ദൈവമാര് ആദ്യനാണ്, അന്ത്യനാണ്. എൻ്റെ ദൈവമാര് സ്തോത്രം വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ ഉള്ളത് യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. മരണത്തെ വിട്ട് കല്ലറയിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇതാ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് പോയി. ഇതുപോലെ ഒരാളും ഇങ്ങനെ പറഞ്ഞു പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൽ അമ്മയില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, അത് യേശു. ഭൂമിയിൽ അപ്പനില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, സ്തോത്രം, അതേ ദൈവം പറയുന്നു, സകലത്തെ നിർമ്മിച്ച സൃഷ്ടിതാവാകുന്ന ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. ലോകത്തിലുള്ള മനുഷ്യനല്ല പറഞ്ഞത്, അപ്പനല്ല പറഞ്ഞത്, അമ്മയല്ല പറഞ്ഞത്, പ്രിയപ്പെട്ടവരല്ല ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് അധികാരമുള്ള ദൈവം, സകലത്തിന്റെ ഉടമസ്ഥൻ പറയുന്നു, മോനെ മോളെ നീ ഭയപ്പെടേണ്ട. കർത്താവ് ദൈവം പറയുന്നു, സ്തോത്രം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. കർത്താവ് പറയുന്നു, ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട, നിന്നെ കർത്താവ് വീണ്ടെടുത്തിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, ജഡ ഇഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു കർത്താവ്. പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് നടന്നു പോവുകയാണോ, പ്രതികൂലങ്ങളിൽ നടന്നു പോവുകയാണോ, ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആ വീണ്ടെടുപ്പുകാരന്റെ പേര് യേശു ക്രിസ്തു അത്രേ. ആ കർത്താവ് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. മകനെ, മകളെ, നിങ്ങളുടെ പേര് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയത്തില്ല. നിങ്ങളുടെ ദേശത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, നിങ്ങളുടെ വീട്ടിലും ദേശത്തിലും നിങ്ങൾ പരിചയമുള്ളവരെ അറിയായിരിക്കും. പക്ഷേ സ്തോത്രം, യേശു ക്രിസ്തുവിന് നിങ്ങളുടെ പേര്, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന്, മുഴു ലോകത്തെ നിർമ്മിച്ച ദൈവത്തിന്, സഹോദര താങ്കളുടെ പേരറിയാം. ആഗറിനെ പേര് ചൊല്ലി വിളിച്ച ദൈവം, യാക്കോബിനെ പേര് ചൊല്ലി വിളിച്ച ദൈവം, അബ്രഹാമിനെ പേര് ചൊല്ലി വിളിച്ച ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശൗലിനെ പേര് ചൊല്ലി വിളിച്ച ദൈവം, അനന്യാസിനെ വിളിച്ച ദൈവം. ആമേൻ. വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വായിക്കുമ്പോൾ അനേകരെ പേര് ചൊല്ലി വിളിച്ച ദൈവം, ശമൂവേലിനെ പേര് ചൊല്ലി വിളിച്ച ദൈവം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലേ, സ്തോത്രം,
ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെയും യേശു അറിയുന്നു. നിങ്ങളെ പേരിൽ വിളിച്ചിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട. സ്തോത്രം. ഇത് മാനുഷികമാകുന്ന വാക്കുകളിൽ ഭയപ്പെടരുത്. ശത്രു ഭയം വേണ്ട. കർത്താവ് ശത്രുവിന്റെ തല കാൽവരിയിൽ തകർത്തു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, മനസ്സിന്റെ അസ്വസ്ഥതകൾ ഇരിക്കുന്നു, ഭയപ്പെടേണ്ട. കാരണം എന്താ? സ്വർഗത്തിലെ ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ലോകരക്ഷകൻ, സകലത്തിന്റെ നിർമ്മാതാവ് എന്റെയും നിങ്ങളുടെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേര് ചൊല്ലി വിളിച്ച് കർത്താവ്. ഭയപ്പെടേണ്ട മക്കളെ, ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട. അടുത്ത വാക്യം വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നമ്മൾ കർത്താവിനുള്ളവരാ. സ്തോത്രം. എത്രവർക്ക് ഉറപ്പുണ്ട്? ഈ വചനം കേൾക്കുമ്പോൾ എത്രവർക്ക് ഉറപ്പുണ്ട്? ഞാൻ എൻ്റെ യേശുവിൻ്റെതാ, എൻ്റെ യേശു എൻ്റെതാ. ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ യേശുവിൻ്റെതാ, യേശു എൻ്റെതാ. ഇന്ന് വ്യത്യസ്തമാകുന്ന വേദനയുടെ ഭാരത്തോടെ മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാതെ തകർന്ന് തരിപ്പണമായി മാനസികമായി ശാരീരികമായി ഒതുങ്ങിയിരിക്കുകയാണ്. കർത്താവ് ഭയപ്പെടേണ്ട. കൈക്ക് പിടിക്കുന്ന കർത്താവ്, പുറത്ത് കൊണ്ടുവരുന്ന കർത്താവ്, ഇന്നത്തെ ഈ പ്രതികൂലങ്ങളെ ഉടച്ച്, ഇന്നത്തെ ഈ ശോധനകളെ മാറ്റി. എന്നും ശോധനയല്ല, എന്നും കണ്ണുനീരല്ല, എന്നും നിരാശയല്ല, എന്നും ഒറ്റപ്പെടലല്ല. നീ തകർന്ന് ഒതുങ്ങിയിരിക്കുകയാണോ? തകർന്ന് ഒതുങ്ങിയിരിക്കുന്ന സ്ഥാനത്ത് വന്ന് കൈക്ക് പിടിച്ച് പുറത്തെടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവ് മോനെ ഭയപ്പെടേണ്ട, മോളെ ഭയപ്പെടേണ്ട. നീ വ്യത്യസ്തമായ വിഷയത്തോടെ ഭയത്തോടിരിക്കുന്നുവോ? ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഓ, നീ എനിക്കുള്ളവൻ തന്നെ. പേര് ചൊല്ലി വിളിച്ച കർത്താവ് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൈതലെ ഭയപ്പെടേണ്ട. മനുഷ്യൻ പറഞ്ഞത് മറന്നുകളാ, ലോകം പറഞ്ഞത് മറന്നുകളാ, വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞത് മറന്നുകളാ, അയൽക്കാർ പറഞ്ഞത് മറന്നുകളാ. സ്തോത്രം. അനേകർ നിന്നെ നോക്കി പറഞ്ഞാണ്, നിനക്ക് ഇന്ന രോഗമാണ്, പേടിക്കരുത്, മറന്നുകളാ. സൗഖ്യമാക്കുന്ന യേശു നിന്റെ അരികത്തുണ്ട്. ആ യേശു സർവശക്തൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. ഈ കടബാധ്യതയും കഷ്ടപ്പാടും ഞെരുക്കവും നീ കാണുമ്പോൾ ആൾക്കാർ ഇതിനെ ഒറ്റപ്പെടുത്തുന്നുവോ? തീർന്നു, ഇനി ഇതിന് അവസാനമേ ഉള്ളൂ എന്നാണോ പറയുന്നത്? തീർന്നു എന്നാണോ പറയുന്നത്? ഇല്ല. കർത്താവ് പറയും, ഇല്ല മക്കളെ, ഞാൻ നിന്റെ കണ്ണുനീർ കാണുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും ആമേൻ ഭാരപ്പെടേണ്ട. അയ്യോ, എനിക്ക് ജീവിതം മടുത്തു, ഇനി ജീവിക്കേണ്ട, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ തള്ളിക്കളഞ്ഞു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മരണം മാത്രം ബാക്കിയെന്ന് താങ്കൾ ചിന്തിക്കുന്നുവോ? ഇന്ന് രാത്രി മരണത്തെ ജയിച്ച യേശു ക്രിസ്തു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെതത്രേ. അനേകർ നിന്നെ തള്ളി മാറ്റി കാണും, അപ്പോൾ അനേകർ അകറ്റി വിട്ട് കാണും, അനേകർ നിന്നെ മാറ്റി വിട്ട് കാണും. പക്ഷേ യേശു പറയുന്നു, നീ എൻ്റെ മകൻ. ഹല്ലേലൂയ. ഓ, നീ എനിക്കുള്ളവൻ. വീട്ടുകാർ പറഞ്ഞുവോ, നാട്ടുകാർ പറഞ്ഞു, നീ ഒരു നാശം, നീ ശരിയല്ല എന്ന് പറഞ്ഞുവോ? ആമേൻ. എല്ലാവരും കണ്ടിട്ട് കാണാത്തതുപോലെ നിന്നെ മാറ്റിവിട്ടോ? പേടിക്കണ്ട. കാണുന്നവർ സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാതെ അകന്നു മാറുന്നോ? പേടിക്കണ്ട. നിന്നോട് എപ്പോഴും സംസാരിക്കുന്ന, നിന്നെ എപ്പോഴും അറിയുന്ന കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ദേശത്ത് കുറച്ചു പേർക്ക് മാത്രമേ നിന്റെ പേരറിയത്തുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്, സ്വർഗ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന് നമ്മുടെ പേരറിയ സ്നേഹിതരെ, നമ്മുടെ പേര് ചൊല്ലി നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്, കണ്ണുനീരൊപ്പുന്ന കർത്താവ്. മറിയ മാർത്തയെ കരഞ്ഞപ്പോൾ യേശു അവരോടൊപ്പം കരഞ്ഞു. പ്രിയപ്പെട്ടവർ, നാട്ടുകാർ നമ്മൾ കരയുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ പുറമേ ഒന്ന് അഭിനയിച്ചാലും അവരകത്ത് ചിന്തിക്കും, ഇത് തന്നെ വേണമെന്ന്. പക്ഷേ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കാം. എന്നാൽ യേശു അങ്ങനെയല്ല. കരയുന്നവരോടൊപ്പം കരയുന്ന, വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കുന്ന, സ്വന്തം കണ്ണുനീരിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന, ആശ്വാസം തരുന്ന യേശു ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ഹോ സ്തോത്രം, അമ്മ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആര് നിന്നെ ഒറ്റപ്പെടുത്തിയാൽ നിന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. അന്ത്യം വരെയും കണ്ടാൽ ലോകാവസാനത്തോളം. മത്തായി സുവിശേഷം അവസാനവാക്യത്തിൽ പറയുന്നു, കണ്ടാൽ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സ്വന്തം ലോകാവസാനത്തോളം കൂടെ ഇരിക്കാന്ന് പറഞ്ഞ ഒരു കർത്താവേ ഉള്ളൂ. ആ കർത്താവ് ഒന്നും ഭയപ്പെടേണ്ട. നീ എനിക്കുള്ളവൻ, നീ എനിക്കുള്ളവൻ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, ഓ തീർന്നു, തകർന്നു എന്ന് പറയുന്ന സ്ഥാനത്ത്, എല്ലാവരെയും മാറ്റിവിട്ട സ്ഥാനത്ത് യേശു പറയും, മക്കളെ വേണ്ട, ഭാരപ്പെടേണ്ട. നീ ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുകയാണോ? ആത്മഹത്യ ചെയ്തത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. യേശു മാത്രം കർത്താവ്. ആ കർത്താവ് എന്തിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ കർത്താവിൻ്റെ അത്രേ, നീ കർത്താവിൻ്റെ അത്രേ. ഒന്നിനെ കുറിച്ച് കരണ്ട, ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. ദൈവത്തിൽ മാത്രം വിശ്വസിക്കേ. യേശു മാത്രം കർത്താവ്. ഈ ശബ്ദം കേൾക്കുന്ന മനസ്സുബോധാവേ, താങ്കൾ സ്തോത്രം യേശുവിനെ കണ്ടുമുട്ടിയ ആളാണോ?
ഇല്ല എങ്കിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവേ എൻ്റെ ഹൃദയത്തിനകത്ത് വരണമേ. ഇനി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമാണ്. എൻ്റെ പാവക്കരങ്ങളെ യേശുവേ ക്ഷമിക്കണമേ. അപ്പച്ചൻ്റെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ പേരും കൂടെ ജീവപുസ്തകത്തിൽ എഴുതണമേ. അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് സ്തോത്രം പ്രാർത്ഥിക്കാമോ? എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ വൈദ്യരെ, താങ്കൾ സ്തോത്രം യേശുവിനെ യഥാർത്ഥമായി ആരാധിക്കുന്ന വൈദ്യരാണോ? ഭാരവും പ്രയാസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വൈദ്യരാണോ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിനോട് പറ, അപ്പാ ഈശോപ്പ എൻ്റെ ഭാരം മാറ്റി തരണം, എൻ്റെ പ്രയാസം മാറ്റി തരണം. സ്വത്രം ഇരട്ടി ബലത്തോടെ പുറത്തു വരിക, ഇരട്ടി ബലത്തോടെ പുറത്തു വരിക. പിന്മാറിയിരിക്കുന്ന വൈദ്യരാണോ എൻ്റെ ശബ്ദം കേൾക്കുന്നത്? സ്വത്രം വീണ്ടും ഒരു സ്പർശനം കൂടെ തന്ന് പുറത്തെടുക്കുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. സ്തോത്രം പത്രോസ് വള്ളവും വലയെടുത്തുകൊണ്ട് പോയപ്പോൾ തിരിച്ചു എന്ന് സ്തോത്രം അപ്പവും ചുട്ട് മീനും ചുട്ട് കാത്തിരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നീ പിന്മാറി നിൽക്കുമ്പോഴും നിന്നെ ശക്തീകരിക്കാൻ, നിന്നെ ബലപ്പെടുത്താൻ വേണ്ടത് ഒരുക്കി കർത്താവ് കാത്തിരിക്കുന്നു. ഇന്ന് ആ കർത്താവിന്റെ അടുക്കൽ വരാമോ? നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പേര് വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, ആഴമേറെ തിരുവചനങ്ങൾക്കായി സ്തോത്രം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ഭയങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, വിഷമതകൾ മാറട്ടെ, ഒറ്റപ്പെടുന്ന തോന്നലുകൾ മാറട്ടെ, ചിന്താകുലങ്ങൾ മാറട്ടെ, തകർന്ന അനുഭവങ്ങൾ മാറട്ടെ. സ്വർഗീയ സമാധാന സന്തോഷം ഉണ്ടാകട്ടെ. എല്ലാവരുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ വരട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. കർത്താവ് ഭയത്തോടിരിക്കുന്നവരുടെ ഭയം മാറട്ടെ. യേശുവിനെ കണ്ടുമുട്ടാത്തവർ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കട്ടെ. എല്ലാവരുടെ മേലും യേശുവിന്റെ സ്നേഹം വെച്ചിരട്ടെ. ക്രിസ്തുവിന്റെ സമാധാന സന്തോഷം സ്വസ്ഥതയും കൊണ്ട് നിറയ്ക്കും. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.